ഹല്ല ഗൈസ്, കുറച്ച് ദിവസം കൊണ്ട് റീൽസ് തോണ്ടിക്കൊണ്ടിരിക്കുമ്പം നമ്മുടെ ജയറാമിൻ്റെ മകൾ മാളവികയുടെ വസ്ത്രത്തിനെ പറ്റിയിട്ടുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൽ കുറേ കമൻസ് വരുന്നുണ്ട്. കുറേ അമ്മമാരും സഹോദരിമാരും അതുപോലെ തന്നെ കുറേ നന്മമരങ്ങളും കുറേ കേറേട്ടായിമാരും പിന്നെ സാധാരണക്കാരും പിന്നെ ഭൂമിക്ക് തന്നെ ഭാരമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന കുറേ പേരും, അങ്ങനെ പല കാറ്റഗറിയിലുള്ള ആൾക്കാരും അതിൽ കമൻ്റ് ഇടുന്നുണ്ട്. അപ്പോൾ ഈ കമൻ്റൊക്കെ കണ്ടപ്പം എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. ഞാൻ ഒരു മകനാണ്, ഒരു ഭർത്താവാണ്, പിന്നെ ജന്മം കൊണ്ടല്ലെങ്കിലും കർമ്മം കൊണ്ടുണ്ടായിട്ടുള്ള സഹോദരിമാരുണ്ട്, പിന്നെ അതുപോലെ തന്നെ മറ്റു സ്ത്രീകൾ. ഇവരെല്ലാവരോടുമുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്ത് എൻ്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. വസ്ത്രധാരണം എങ്ങനെ വേണം, ഇപ്പോൾ മോഡേൺ ആണോ അല്ലെങ്കിൽ ട്രഡീഷണൽ ആണോ അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ഡ്രസ്സ് വേണോ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ജീൻസോ ടീഷർട്ടോ ചുരിദാറോ സാരിയോ എന്ത് വേണോ യൂസ് ചെയ്യാം. പക്ഷെ അത് വൾഗർ അല്ലാത്ത രീതിയിൽ, എക്സ്പോസ്ഡ് അല്ലാത്ത രീതിയിൽ ശ്രദ്ധിച്ചിട്ടൊക്കെ യൂസ് ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞൊരു കാര്യം. അതെൻ്റെ ആഗ്രഹമാണ്, ഞാൻ ആളോട് പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാരി തന്നെയാണ് ഫോളോ ചെയ്യണതും. അപ്പം നമ്മുടെ ആഗ്രഹം നമ്മൾ മറ്റൊരാൾ അടിച്ചേൽപ്പിക്കാൻ പാടില്ലല്ലോ, എല്ലാവരും ഓരോരോ ഇൻഡിവിജ്വൽസ് ആണ്. അപ്പോൾ ഇത് ഇങ്ങനെ വസ്ത്രം ധരിക്കണം എന്നുള്ളത് എൻ്റെ ആഗ്രഹമാണ്. അതല്ല ഇപ്പം എൻ്റെ ആഗ്രഹത്തിലല്ലാത്ത രീതിയിൽ ആൾക്ക് വസ്ത്രം ധരിക്കണമെങ്കിൽ ധരിക്കാം, അത് പുള്ളിക്കാരുടെ മാത്രം ഇഷ്ടത്തിൽ. അപ്പോൾ എൻ്റെ ആഗ്രഹങ്ങളോ ഇഷ്ടങ്ങളോ അതിൽ കണക്കിൽ വരില്ല. അല്ലാതെ ആൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വസ്ത്രം ധരിക്കാം. അപ്പം അതുപോലെ തന്നെ ഈ മാളവിക പബ്ലിക്കിലോട്ട് വരുമ്പം പുള്ളിക്കാരിക്ക് ഭർത്താവുണ്ട്, സഹോദരനുണ്ട്, അച്ഛനുണ്ട്, അമ്മ ഉണ്ട്. ഇവർക്ക് ആർക്കെങ്കിലുമൊക്കെ ഇപ്പോൾ ഈ ഒരു വസ്ത്രത്തിൽ പുറത്തു വന്ന് നാട്ടുകാരെല്ലാവരും ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നതിനെക്കാട്ടിലും പെൺകുട്ടികൾ കുറച്ചും കൂടി ഓപ്പണായിട്ട് അമ്മമാരോടൊക്കെയാണ് സംസാരിക്കണത്. അപ്പോൾ അമ്മയ്ക്കോ ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഡ്രസ്സിന് ഇങ്ങനെ പ്രശ്നമുണ്ട്, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം എന്ന് ഓൾറെഡി പറയാമായിരുന്നു. അതൊരു കാര്യം. പിന്നെ ഈ പറഞ്ഞതുപോലെ മനുഷ്യന്മാരല്ലേ, അപ്പോൾ മനുഷ്യന്മാർക്ക് മിസ്റ്റേക്കുകൾ പറ്റും. ഇപ്പോൾ ചിലപ്പോൾ ഒരു ശ്രദ്ധക്കുറവ് കൊണ്ടാണത് പറ്റിപ്പോയതെങ്കിൽ അടുത്ത വട്ടം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നെ എനിക്ക് മെയിനായിട്ട് എടുത്ത് പറയേണ്ടത് ഇതിൽ വരുന്ന കുറേ കമൻസിനെ കുറിച്ചിട്ടാണ്. ഒന്ന്, ഞാൻ ഈ പറഞ്ഞില്ലേ, മറ്റേ ഭൂമിക്ക് ഭാരമായിട്ട് നിൽക്കുന്ന കുറേ ആൾക്കാർ വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഒരു സൈഡിൽ കമൻറ്റ് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ബുദ്ധിയും ബോധമുള്ളവരൊന്നും ഇങ്ങനെ ഈ രീതിയിൽ കമൻറ്റ് ഇടൂല. കുറച്ച് അമ്മമാരുടെയും സഹോദരിമാരുടെയൊക്കെ കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു. പെണ്ണുങ്ങൾക്ക് ഉള്ളതൊക്കെയാണിത്, അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മമാർക്കും നിങ്ങളുടെ വീട്ടിലൊക്കെയും ഇത് തന്നെ കാണും, അതൊക്കെ അവിടെ ഉള്ളതൊക്കെ ഇവിടെ ഉള്ളൂ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ന്യായീകരിച്ചുകൊണ്ട് കുറേ കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അങ്ങനെയാണ്. ഇപ്പം സ്ത്രീകൾക്കൊക്കെ ഇതുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ മാറുമറയ്ക്കൽ സമ്പ്രദായം കേരളത്തിൽ കൊണ്ടുവരേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. ഇതൊക്കെ സ്ത്രീകൾക്കുള്ളതല്ലേ, അപ്പം അതൊക്കെ ഇങ്ങനെ കാണിച്ച് നടന്നാൽ മതിയല്ലോ എന്ന് ചിന്തിച്ചാൽ മതിയായിരുന്നല്ലോ. 2K കിഡ്സിന് കണക്റ്റ് ആവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾ 90s കിഡ്സിൻ്റെ ആ ഒരു ടൈമിനൊക്കെ ഒരു മോഡൽ ഉണ്ടായിരുന്നു, ലോ വേസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. നമുക്ക് പാൻറ് ജസ്റ്റ് ഇറക്കി ഇടുന്നൊരു ടൈപ്പ് മോഡലാണ്. അപ്പം ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ലേഡീസ് ടീച്ചേഴ്സൊക്കെ നമ്മുടെ ചന്തിയിൽ കമ്പൗണ്ട് അടിക്കും, കാരണം പാൻറ് ഇറക്കി ഇട്ടേക്കാണ് കയറ്റി ഇടാന്ന് പറഞ്ഞുകൊണ്ട്. അതുപോലെ തന്നെ ബസ്സിൽ പോകുമ്പോഴത്തേക്ക് നമ്മൾ കൈ പൊക്കി മുകളിൽ കമ്പി പിടിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഇന്നർ കാണുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പരാതികളും ഒരുപാട് പ്രശ്നങ്ങളും ലേഡീസിൻ്റെ ഭാഗത്തു നിന്നായിക്കോട്ടെ അല്ലെങ്കിൽ മൊത്തത്തിൽ പാരൻസ് ആയിക്കോട്ടെ ടീച്ചേഴ്സ് ആയിക്കോട്ടെ എല്ലാവരും നമ്മളെ കുറ്റം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ ഈ വസ്ത്രധാരണത്തിനൊന്നും വേറെ പ്രശ്നങ്ങളില്ല എങ്കിൽ അന്ന് എന്തിനാണ് എല്ലാവരും കൂടി നമ്മളോടൊക്കെ ഈ ക്രൂരത കാണിച്ചത്? ഇപ്പോൾ ഒരു ആൺകുട്ടി അല്ലെങ്കിൽ ഒരു പുരുഷൻ ഇപ്പോൾ പബ്ലിക്കിൽ വരുമ്പോൾ ഒരു ബസ്സിലോ എങ്ങാനും ഇരുന്നിട്ട് ആളുടെ പ്രൈവറ്റ് പാർട്ട് എക്സ്പോസ്ഡ് ആവുന്ന രീതിയിൽ എങ്ങാനും ഒരു ബസ്സിലിരുന്ന ഈ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന അമ്മമാരും പെങ്ങന്മാരൊക്കെ അതിനെ നല്ലത് പറയുമായിരിക്കുമോ? കാരണം നിങ്ങളുടെ അച്ഛനും ആങ്ങളമാർക്കൊക്കെ ഉള്ളതല്ലേ അവിടെ ഉള്ളൂ, അപ്പോൾ അതിനൊന്നും കുഴപ്പമില്ല എന്ന് ഈ സഹോദരിമാരൊക്കെ അപ്പോഴും പറയുമോ? വസ്ത്രധാരണം ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണെങ്കിലും ആൾക്ക് നമുക്ക് എന്ത് വേണോ എങ്ങനെ വേണോ വസ്ത്രം ധരിക്കാം. പക്ഷെ അതൊരു മാന്യമായ രീതിയിൽ വസ്ത്രം ധരിച്ച് നമ്മൾ പബ്ലിക്കിലോട്ട് വരുമ്പോൾ, കാരണം നമ്മുടെ പ്രൈവറ്റ് ടൈമിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തും ധരിക്കാം. നമ്മൾ പബ്ലിക്കിലോട്ട് വരുമ്പോഴത്തേക്ക് അത് മറ്റുള്ളവരും കൂടി ഇൻവോൾവ് ആവുന്നുണ്ട് അതിൽ. അപ്പോൾ അത് നമ്മൾ കുറച്ചൊന്ന് വസ്ത്രധാരണങ്ങളിലൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ അത് ഉറപ്പായിട്ടും അത് സ്ത്രീകളുടെ മാത്രം കാര്യമല്ല, അത് പുരുഷന്മാർക്കും അതിൽ കുറച്ച് കടമയുണ്ട്. ഇപ്പോൾ ഒരു സഹോദരിയോ അല്ലെങ്കിൽ പെമ്മക്കളോ അല്ലെങ്കിൽ നമ്മുടെ അമ്മമാരോ
ഭാര്യയോ ആരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെയൊക്കെ ശ്രദ്ധക്കുറവുകൾ കൊണ്ടൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പം നമ്മൾ പുരുഷന്മാർ ജസ്റ്റ് അത് നോക്കുക, മോണിറ്റർ ചെയ്യുക, പറയുക. പിന്നെ വേറൊരു ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലർക്ക് ചിലപ്പോൾ ഇതൊക്കെ ഇഷ്ടം കാണും. അങ്ങനെ പലരും പല ഇതാണല്ലോ, അതൊക്കെ അവരവരുടെ താല്പര്യങ്ങളാണ്. ഇപ്പോൾ പിന്നെ മെയിനായിട്ടും ഇപ്പോൾ സ്ത്രീ ആയാലും പുരുഷനായാലും നമ്മൾ കാണിക്കാൻ താല്പര്യപ്പെടുന്നവർ മാത്രം കാണിക്കാൻ നോക്കുക. എല്ലാവരെയും കാണിക്കാതിരിക്കുന്നതായിരിക്കും കുറച്ചൊക്കെ നല്ലത്. പിന്നെ എല്ലാവരും ഒരേപോലെ അല്ല, ഓരോരുത്തർക്ക് ഓരോരോ താല്പര്യങ്ങൾ, ഓരോ ഇഷ്ടങ്ങളാണ്. ഈ പറഞ്ഞ പോലെ ജയറാമിൻ്റെ ഫാമിലിക്കാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ അവരുടെ ശ്രദ്ധക്കുറവ് കൊണ്ടൊക്കെ പറ്റിപ്പോയതായിരിക്കാം. എങ്കിൽ അടുത്ത വട്ടം ഇതുപോലെയൊക്കെ ശ്രദ്ധിക്കുക. അതല്ല അവർക്ക് ഇതൊന്നും ബോധേഡാവുന്നില്ല എങ്കിൽ ബാക്കിയുള്ളവർ പിന്നെ ഇതിൻ്റെ പുറകെ പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് പറയണമെന്ന് തോന്നി, അത്രേ ഉള്ളൂ. ഇനി അടുത്തൊരു വ്ളോഗ് അല്ലെങ്കിൽ ഇതുപോലെ ആവശ്യമില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങളായിട്ട് ഞാൻ വീണ്ടും വരാം. ഓക്കെ, ബൈ.